വിചിത്രമായ രത്നക്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദേവാലയം. സദാപ്രകാശം പരത്തി നിൽക്കേണ്ട ഈ വൈഡൂരി കൊട്ടാരത്തിൽ അന്ധകാരത്തിന്റെ കാർമേഘം പടർന്നാൽ തകരുന്നത് ഒരു വ്യക്തിയല്ല, വ്യക്തിബന്ധങ്ങളാണ്. ചിതറിത്തെറിക്കുന്നത് ജീവിത സ്വപ്നങ്ങളാണ്. തകർന്നടിഞ്ഞ കുടുംബ ബന്ധങ്ങളുടെ പട്ടടയിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളശബ്ദവുമായി സീറോ മലബാർ സൊസൈറ്റി അവതരിപ്പിക്കുന്നു പിരിയാത്ത ബന്ധങ്ങൾ. അയ്യോ, ഏഷ്യാനെറ്റ് കിട്ടുന്നില്ലല്ലോ. തുടങ്ങാറായല്ലോ. ഇനി അതെങ്ങനെ ഞാൻ കാണും? സോഫിയും വില്യമും തമ്മിലുള്ള പ്രണയം എവിടം വരെ ആയോ ആവോ? കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞില്ല. കഷ്ടം. കാലത്ത് ഞാൻ ഇവിടുന്ന് പോയപ്പോഴും ഈ ടിവിയുടെ മുമ്പിൽ, ഇപ്പൊ വന്നപ്പോഴും അവിടെ തന്നെ. നിനക്ക് ഈ വീട്ടിൽ വേറെ പണിയൊന്നുമില്ല മറിയാമേ? പിന്നെ ഏതു നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ ഞാനെന്താ ഈ വീട്ടിലെ വേലക്കാരിയാണോ? എന്റെ അപ്പൻ നല്ല സ്ത്രീധനം തന്ന ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എപ്പോഴും കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാനല്ല, അറിയോ? സ്ത്രീധനം കൊണ്ടുവരുന്നവര് ഇങ്ങനെ 24 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ ഇരുന്നോളാമെന്ന് വല്ല നിയമം ഉണ്ടോ അറിയാമേ? ആ, വേണമെങ്കിൽ മതി. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ശരി ശരി, നീ ചോറ് വേണം. നല്ല വിശപ്പുണ്ട്. കാലത്ത് പോയത് പിന്നെ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. അടുക്കളയിൽ ചോറും കറിയും ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. ഞാൻ ഈ സീരിയൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവളുടെ ഒടുക്കത്തിൽ ഒരു സീരിയൽ ഈ പെട്ട് തല്ലി പൊളിച്ച് കളഞ്ഞാലേ ഈ വീട്ടിൽ ഗുണം വരികയുള്ളൂ. തൊട്ടുപോകരുത്. അതിൽ തൊടാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇത്രയും കാലമായിട്ട് ഒരു TV വാങ്ങിത്തരാൻ കഴിഞ്ഞോ? എന്റെ അപ്പന്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞപ്പോ എന്റെ ആങ്ങളെ ജോണിക്കുട്ടി വന്ന് മേടിച്ചു തന്നതാ. തല്ലിപ്പൊട്ടിക്കണേൽ സ്വന്തമായി ഒരെണ്ണം മേടിക്കും. അവൾക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിലെ കണക്കെ പറയാനുള്ളൂ. അവളുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഇവിടെ ഉള്ളവരൊക്കെ പിച്ചക്കാരാണ്. പിന്നെ എന്താ സംശയം? ഇവിടെ എന്തുണ്ടായിട്ടാ കല്യാണാലോചനയുമായി അങ്ങോട്ട് വന്നത്? എന്റെ അപ്പന് പറ്റിയ അബദ്ധം. എത്ര നല്ല ആലോചനകൾ വന്നത്. ഇനിയിപ്പോ എന്ത് പറയാനാ? വിധി അല്ലാതെന്താ? അതേടി, ഇത് നിന്റെ അപ്പന് പറ്റിയ വലിയ അബദ്ധം തന്നെ. അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് നീ ഇന്നിവിടെ ജീവിച്ചു പോകുന്നത്. നിന്റെ അനുജത്തിക്ക് വലിയ കുടുംബം നോക്കിക്കൊണ്ട് നടക്കില്ലേ? എന്തേ ഒന്നും നടക്കാത്തത്? അപ്പോ നിനക്ക് നിന്റെ ആൾക്കാരെ പറഞ്ഞ പൊള്ളു അല്ലേ? എന്റെ വീട്ടുകാരെ നിനക്ക് എന്തും പറയാം. എന്റെ കർത്താവേ, ഇതിന്റെ കൂടെ കൂടിയതിന് എന്റെ ജീവിതം നരകമായല്ലോ. ആ, എത്ര സുഖമായി കഴിഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു വിധി എനിക്ക് വന്നല്ലോ. ഇതിലും നല്ലത് ബന്ധം തിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ. അതാ ഇതിലും ഭേദം. എന്തിനാ ഇങ്ങനെ ഒരു കുടുംബം ജീവിതം? എന്നാ അങ്ങനെ തന്നെ. ശരി, അങ്ങനെ തന്നെ നമുക്ക് പിരിയാം. ഞാൻ പള്ളിയിൽ പോയി അച്ഛനോട് പറയട്ടെ. അങ്ങേര് അച്ഛനോട് കുറ്റങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചെല്ലട്ടെ. ഇപ്പോഴും എപ്പോഴും സ്വീകരിക്കട്ടെ.
പതിവില്ലാതെ? എന്റെ അച്ഛൻ, ഞാൻ അവളെ കൊണ്ട് മടുത്തച്ഛൻ. എന്ത് പറ്റി മത്തായി കുഞ്ഞെ? എന്റെ അച്ഛൻ, അവൾക്ക് എന്നോട് ഒരു സ്നേഹവും അവളുടെ കൂടെ കൂടിയ പിന്നെ ഒരു സമാധാനവും ഇല്ല. നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായിരുന്നു. ഇനി അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല. അതിന് എന്താ മത്തായി കുഞ്ഞെ ചെയ്യേണ്ടത്? എന്റെ അച്ഛൻ, എങ്ങനെയെങ്കിലും ഈ ബന്ധം ഒന്ന് പിരിയണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്റെ അച്ഛോ, പിരിയണം അച്ഛോ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നല്ലതുപോലെ ചിന്തിച്ചിട്ടാണോ? അതെ അച്ഛോ, ഇതിയുടെ കൂടെ കൂടിയതിൽ പിന്നെ ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. എന്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോ കൊണ്ടുവന്ന മുണ്ടായത് ഇതുവരെ ഒന്നും വാങ്ങി തന്നിട്ടുമില്ല. മടുത്തു ഞാൻ. ബന്ധം പിരിയുന്നതാ അച്ഛ നല്ലത്. മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് ജീവിക്കാമെന്ന് സത്യം ചെയ്തതല്ലേ? അന്ന് അതൊക്കെ ചെയ്തു. ഇനി മതി അച്ഛാ ജീവിതം. ബന്ധം ഒന്ന് പിരിഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടുപേരും നന്നായി ആലോചിച്ചാണോ ഈ ബന്ധം പിരിയുന്നത്? പൂവച്ച ഒക്കെ ആലോചിച്ചിട്ടാ പറയുന്നത്. ബന്ധം ഒന്ന് പിരിഞ്ഞാൽ മതി. എന്നാ ശരി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് അടുത്തിരിക്കും. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാനും ഇവിടെ ഇരുന്നോളാം. അത് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും അടുത്തിരിക്കും. എങ്കിലേ പിരിക്കാൻ പറ്റുകയുള്ളൂ. ഓ ശരി, ഒരു പ്രാവശ്യം കൂടെ അടുത്തിരുന്നാൽ മതിയല്ലോ. ഇല്ല, തുടങ്ങിയതേ ഇത് പിരിയാൻ കൂടെ സമയം എടുക്കും. എന്തൊരു വേദനയാണ്. അയ്യോ അച്ഛോ, എന്തൊരു വേദന. കുറച്ച് വേദനയ്ക്കും അറിയാമേ. ഒന്നായി ചേർന്നതല്ലേ. പിരിച്ചു മാറ്റുമ്പോ കുറേ വേദനയ്ക്കും സഹിച്ചേ പറ്റൂ. അയ്യോ എന്തൊരു വേദന അച്ഛ. അയ്യോ എന്തൊരു വേദന. അച്ഛാന്റെ കൂടി. അയ്യോ അച്ഛാ എന്തൊരു വേദന. മതി അച്ഛ, നിർത്തച്ഛ. അയ്യോ എന്തൊരു വേദനയാണ് അച്ഛോ. അയ്യോ അയ്യോ അറിയാമേ, നമുക്ക് പിരിയണോ? വേണ്ട, നമുക്ക് പിരിയണ്ട അച്ഛോ. ഞങ്ങൾക്ക് പിരിയണ്ട. ഞങ്ങൾ നന്നായി അങ്ങ് ജീവിച്ചോളാം. മത്തായി കുഞ്ഞെ, അറിയാമേ, ദൈവം കൂട്ടിച്ചേർത്ത നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം പിരിയാൻ കഴിയില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആ, ഇനി പോയി സന്തോഷമായി ജീവിക്കും. പിന്നെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. വേണ്ട അച്ഛോ, ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. വാ മനുഷ്യ, നമുക്ക് പോകാം. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും